അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമല്ലേ? പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യ്, ഒരു ലൈക്ക് അടിക്കുക. ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഓരോ വീഡിയോ ഉണ്ടാക്കി വിടുന്നത്. ഓരോ സബ്സ്ക്രൈബ് കിട്ടും എന്ന് കരുതിച്ച്, പക്ഷെ ഒരു സബ്സ്ക്രൈബും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം. അപ്പോൾ എല്ലാ ദീനീയ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പഠിച്ചപ്പോൾ എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകട്ടെ, സന്തോഷ സമാധാനമൊക്കെ നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്ത് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട് പഠിച്ചപ്പോൾ ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ട് അത് നീക്കി തരട്ടെ. എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ഒരാളെ ദരിദ്രനാക്കിയും മറ്റൊരാളെ സമ്പന്നനാക്കിയതാരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞുവല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ വഅന്നഹു ഹുവ അമാത വഅഹിയാ. അല്ലാഹുവല്ലേ പറഞ്ഞത്? ആരാണ് അല്ലാഹു എന്നറിയോ? വഅന്നഹു ഏകനായ ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ അവനാരെന്നറിയോ? അവനാണ് നിങ്ങളെ ചിരിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലും മനസ്സിനും അവന്റെ ഹൃദയത്തിനും സന്തോഷം നൽകിയ, മുഖത്ത് കൂട് സമാധാനത്തിന് അടയാളം നൽകിയ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കൊടുത്തതാരാ? എപ്പോഴും അവനെ ചിരിപ്പിച്ചതാരാ? അത് അല്ലാഹുവല്ലയോ? അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിച്ചവന്. അല്ലാഹുവാണ് നിങ്ങളെ കരയിപ്പിച്ചവന്. ചില ആളുകൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സന്താപങ്ങളും കണ്ണീരുകളും പ്രയാസങ്ങളും വൈതരണികളും വൈഷമ്യങ്ങളും വൈക്ലഭ്യങ്ങളും ജീവിതത്തിൽ തീരാത്ത കണ്ണുനീര് നൽകിയടാരാ? അതെല്ലാം അല്ലാഹുവല്ലയോ? സഹോദരാ സഹോദരി, മുഅ്മിനത്തെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ശരീഅത്തിന്റെ ഏറ്റവും വലിയ പഠനമേതെന്നറിയോ? ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്നത് പടച്ച റബ്ബാ, ഒരാൾക്ക് ജീവിതത്തിൽ സങ്കടം നിശ്ചയിച്ചതും പടച്ച റബ്ബാ. വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ വഅന്നഹു ഹുവ അഗ്നാ. അവനാണ് ചിലരെ സമ്പന്നരാക്കിയത്. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തത്. അവർ ചെയ്ത കച്ചവടത്തിൽ അല്ലാഹു വമ്പൻ ലാഭങ്ങൾ കൊടുത്തത്. നല്ല വീടുകളും കൊട്ടാര സദൃശമായ വീടുകളും സുന്ദരമായ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും ചില ആളുകളെ സമ്പന്നനാക്കിയടാരാ? വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ. അല്ലാഹുവാണ് നിങ്ങളെ സമ്പന്നനാക്കിയത്. കാസർഗോഡന്നെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ ദേശീയപാതയിൽ ആകാശം വിട്ട തലയുയർത്തി നിൽക്കുന്ന അമ്പല ചുറ്റുകളായ കൊട്ടാര സദൃശ്യമായ നിങ്ങളുടെ വീടുകളില്ലേ? ആ വീട് വെക്കാൻ നിങ്ങൾക്ക് സമ്പന്നത തന്നതാരാ? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ, ഫെഡറൽ ബാങ്കിന്റെ ഈ ഏതെങ്കിലും ഒരു പുച്ചക്കാട് ബ്രാഞ്ചിൽ നിന്നല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ, വേൾഡ് ബാങ്ക് നിങ്ങൾക്ക് തന്നതല്ലോ. ഇതാരുടെ ഖജനാവെന്നറിയോ? വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായ പടച്ചതമ്പുരാന്റെ ഖജനാവിൽ നിന്ന് അല്ലാഹുവല്ലയോ നിങ്ങൾക്ക് സമ്പന്നതയെ വാരിക്കോരി തന്നത്. അവനാണ് നിങ്ങൾക്ക് സമ്പന്നത നൽകിയത്. മാത്രമല്ല മറ്റൊരാളെ ദാരിദ്ര്യം കൊടുത്തതാരാ? അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാ. ഒരാളെ സമ്പന്നനാക്കുന്നതും ഒരാളെ ദരിദ്രനാക്കുന്നതും പടച്ച റബ്ബല്ലേ. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, കണ്ട് കണ്ട് കണ്ടിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും എന്ന് കവി പറഞ്ഞതുപോലെ